ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെന്താണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ ഓർക്കുക. എന്നിട്ട് വേണം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് നോക്കാവേ. അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് പേജ് ഓഫ് കപ്സ്, ദ എംപറർ, ഫൈവ് ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് സോഡ്, Hermit, Knight of Pentacles, Ten of Pentacles, രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്, മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് സോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കർമ്മ വന്നിട്ടുണ്ട്. കർമ്മ എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ല, നിങ്ങളിലേക്ക് ഒരു ലവ് പ്രപ്പോസ് ചെയ്യുകയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും കുറച്ച് യങ് ആയിരിക്കാം, കുറച്ച് വയസ്സിനൊക്കെ ഇളയ വ്യക്തിയായിരിക്കാം, എളുപ്പമുണ്ടായിരിക്കാം. അപ്പോൾ എന്നാലും നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ പ്രണയിച്ചു പോയി. അതിനിപ്പം പ്രായമൊന്നും ഒരു തടസ്സമാകുന്നില്ല എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു എനർജിയാണിത്. കാരണം ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നിരിക്കാം. ഇടയ്ക്ക് വെച്ച് വീണ്ടും ഒരു നോ കോണ്ടാക്ട് വന്നു, പിന്നെയും ഒരു നോ കോണ്ടാക്ട് വന്നു, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫൈവ് ഓഫ് വാൻഡ്സ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കിട്ടിട്ടുണ്ടാകാം, ഒരു ആർഗ്യുമെന്റ്സ് നടന്നിട്ടുണ്ടാകാം. അതുമല്ല എങ്കിൽ അവരെന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കാം. അതിൽ നിന്നും അവർ പുറത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. കാരണം നിങ്ങളുമായിട്ട് ഒന്നുകിലൊരു ആർഗ്യുമെന്റ്സ് നടന്നിട്ടുണ്ടാവാം, അത് തമ്മിലാണ് നിങ്ങളിപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അകൽച്ചയിൽ ആയിരിക്കുന്നത്. ഇനി അല്ല എങ്കിൽ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അവിടെ നിന്നും അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ പിരിയേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ അവർ ബന്ധനത്തിലാണെന്നാണ് കാണുന്നത്. ആരുടെയോ ബന്ധനത്തിലാണ്, ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിലാവാം, അതുമല്ല എങ്കിൽ അവരുടെ വീട്ടുകാരുടെ ബന്ധനത്തിലാവാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ അവർക്ക് അഡിക്ഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മദ്യം കഴിക്കുന്നതിലാവാം, അല്ല എങ്കിൽ സാമ്പത്തികപരമായ ബാധ്യതകളിലാവാം. എന്തിലൊക്കെയോ അവർ കുടുങ്ങിയിട്ടുണ്ട്. അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം അത് കഴിയുന്നില്ല. പിന്നെ വീണ്ടും അവർ അവരുടെ മനസ്സിനെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെയും അവർ കണ്ടില്ലേ, ഇവിടെ ഈ ഫൈവ് ഓഫ് വാൻഡ്സിന്റെ എനർജിയിലും അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും പറ്റുന്നില്ല. പക്ഷെയോ നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എല്ലായ്പ്പോഴും നിങ്ങളോട് ലവ് പ്രപ്പോസൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും, വേറെ ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കാരണം ചിലപ്പോഴൊക്കെ അവർ സൈലന്റ് മൂഡിലാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് സന്തോഷിക്കാൻ ഒരു അവസരമില്ല.
സന്തോഷം അവർ അനുഭവിക്കുന്നില്ല പലപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കും, ഇടയ്ക്കിടയ്ക്ക് അവർ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ചിലപ്പോൾ സൈലന്റ് മൂഡിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോഴെന്ന് കാണുന്നത്. മറ്റ് സന്തോഷങ്ങളിലൊന്നും അവരുടെ ആൾക്കാരോടോ അല്ലെങ്കിൽ മറ്റ് ആരോടും തന്നെയും അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴൊരു സൈലന്റ് മൂഡിലാണെന്നാണ് കാണുന്നത്. അവർ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എനർജി ഉണ്ട്, കണ്ടില്ല? ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും കടന്നു വരുമ്പോഴാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട അവസരം ഉണ്ടാകുന്നത്. മനസ്സിലായി? ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എൻ്റെ അല്ല, എനിക്ക് ഇങ്ങനെയല്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള കാർഡ്സിന് ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നു എങ്കിൽ മാത്രം നിങ്ങളിത് കണ്ടാൽ മതി, ഇല്ല എങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ല, ഒരുപാട് അവർ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും അവർക്ക് മറ്റു ചില ചിന്തകളാണ്. കാര്യം നിങ്ങളോട് എങ്ങനെയാണ്, നിങ്ങളോട് എന്ത് പറയണം, നിങ്ങളിലേക്ക് എങ്ങനെ വരും, നിങ്ങളുമായിട്ട് ഇനി എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകും, ഇതൊക്കെ തന്നെ. കാരണം ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, ഇടയ്ക്കൊരു വ്യക്തി ഉണ്ടാവണം, ഇടയ്ക്കൊരു സാഹചര്യം ഉണ്ടാവണം. ചിലപ്പോൾ വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവണം. നമ്മൾ പറഞ്ഞല്ലോ ഇത് എന്തിലൊക്കെയോ അവർ പെട്ടിരിക്കുന്നു എന്നുള്ളത്. ശരിക്കും അവർ പെട്ടിരിക്കുന്ന എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ശരിക്കും അവർ പെട്ടിരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വിചാരിക്കുന്നു ചിലപ്പോൾ ആരുടെയെങ്കിലും ബ്ലാക്ക് മാജിക്കിലും പെട്ടിരിക്കാം. കണ്ടില്ലേ, അവരിൽ നിന്ന് മുന്നോട്ട് വരരുത്, ഒരു തേർഡ് പാർട്ടി ആവാൻ ചിലപ്പോൾ അവരിൽ നിന്ന് മുന്നോട്ട് വരരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം ഇവിടെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് അവരെന്തോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ അവർ മറ്റേതെങ്കിലും അഡിക്ഷനിൽ ആയിരിക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ചിന്ത കടന്നു വരുന്നുണ്ട്. അപ്പോഴൊന്നും അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായ സ്നേഹം, പ്രണയമുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയെ നിങ്ങളോടുള്ള പ്രണയമാണ് കാണുന്നത്. മനസ്സിലായോ? അവരത് പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് അവർ ചിന്തിക്കും, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ കുതിര ഇവിടെ നിന്നു പോവുകയാണ് ചെയ്യുന്നത്. സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. കണ്ടില്ലേ, ഒരു പടയാളി, ഒരു വ്യക്തി, ഒരു പടയാളി ഇവിടെ സാമ്പത്തികം കൊണ്ടുവരികയാണ്, പെന്റക്കിളും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ കുതിര ഇടയ്ക്ക് നിന്നുപോയി, സ്റ്റക്കായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെയധികം സ്മൂത്തായിട്ട് മുന്നോട്ട് വന്നിരുന്നതാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ചത് സ്റ്റക്കായി, മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. മനസ്സിലായോ? മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു വിധത്തിലായി പോയിരിക്കുന്നു, എന്തോ സംഭവിച്ചു പോയിരിക്കുന്നു. ഇടയ്ക്ക് തേർഡ് പാർട്ടി ആവാം, മറ്റു പല കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങളാകാമെന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെയോ അതിൽ നിന്നും കർമ്മ അനുഭവിക്കുന്ന ഒരവസ്ഥ. എപ്പോഴെങ്കിലും നിങ്ങൾ അമിതമായിട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ? ആ ഒരു സമയത്ത് അത് കർമ്മയുടേതായ ഒരു പിടിയിലാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? നിങ്ങൾ കർമ്മയുടേതായ ഒരു പിടിയിലാണ്. നിങ്ങളല്ല, അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ ഇത് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളും ഇതിന്റെ ബാക്കി അനുഭവിക്കുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർ എത്രമാത്രം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരിക്കുന്നു, അവർ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടോ അതിന് നിങ്ങൾക്കും അതിലൊരു അംശം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങളും കർമ്മ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു സെപ്പറേഷൻ വരില്ലല്ലോ. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കപ്പിൾസിന്, മറ്റ് ലവേഴ്സിന്, ഏതൊരു തരത്തിലുള്ള കണക്ഷൻ പാർട്ട്ണർക്ക് ബാധകമാവാം. ഏതൊരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിനും, ഫ്രണ്ട്സ് തമ്മിലുള്ളതാവാം, സഹോദരങ്ങൾ തമ്മിലുള്ളതാവാം, അച്ഛനമ്മമാർ തമ്മിലുള്ളതാവാം, ആര് തമ്മിലും, കുട്ടികൾ തമ്മിലുള്ളതാവാം, ആര് തമ്മിലുള്ളതും ആകാം. മനസ്സിലായോ? കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ അനുഭവിക്കുന്നതുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് ആർക്കും ആവാം. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾ അനുഭവിക്കുകയാണ്, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തതിൻ്റെതായ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ അതിൻ്റെതായ ഫലം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ബാധകമാണിത്. കാരണം ചിലപ്പോൾ ഇത് അനുഭവിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നത്. അങ്ങനെ ആവാമല്ലോ, അങ്ങനെ വരും. നിങ്ങൾ ഒന്നിച്ചനുഭവിക്കാൻ വേണ്ടി മാത്രം യൂണിവേഴ്സ് നിങ്ങളെ കൂട്ടിച്ചേർക്കും, വീണ്ടും പിരിക്കും. വീണ്ടും പിരിക്കുന്ന എന്തിനാണ്? ബാലൻസ് ഉള്ളത് വീണ്ടും അനുഭവിക്കണ്ടേ? അപ്പോൾ വീണ്ടും കൂടിച്ചേരും. അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് ഇവിടെ എന്ന് കാണും. പക്ഷെ ഇവിടെ ഈ ഒരു കർമ്മ കഴിയുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു പ്രകാശത്തിലേക്ക് വീണ്ടും നിങ്ങൾ പോകും എന്നുള്ളതാണ് ഇവിടെ അപേക്ഷിക്കുകയാണ്. ഒരു ജന്മം കൂടി ഇനിയും തരൂ. പറ്റിയ അബദ്ധങ്ങൾ
ഒക്കെ കഴിഞ്ഞു. പറ്റിയ അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ മനസ്സിലായി 1, 2, 3 റിലേഷൻഷിപ്പൊക്കെ ഒന്നിച്ചുണ്ടാവാം. അതിലൊക്കെ ചിലപ്പോഴെന്താണ് ഓരോ പാഠങ്ങളും പഠിക്കാനുണ്ട്. ഓരോ ലെസൺസ് ഓരോ ബന്ധങ്ങളിൽ നിന്നും പഠിക്കാനുണ്ടാവും. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നിങ്ങളും അവരും പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ അവരിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി നല്ലൊരു തുടക്കം തരൂ, ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ഈ പ്രശ്നത്തിൽ നിന്ന് ഒരുപാട് അവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രശ്നത്തിൽ നിന്നും അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. കാരണം കണ്ടില്ലേ, ഇവിടെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഒന്നിലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ്, ഓവറായിട്ടുള്ള ചിന്തകൾ നിങ്ങളെപ്പറ്റി മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് ഒന്നിലും സന്തോഷിക്കാൻ കഴിയത്തില്ല. അവരാണെങ്കിലും സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ലതുപോലെ നോളജ് ഉള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ആക്കി എടുക്കണം കേട്ടോ. അവർക്ക് സമൂഹത്തിൽ നല്ല വിലയുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ ഏതെങ്കിലും നല്ല ജോലിയുള്ള വ്യക്തിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർ ആവാം, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാവാം, ഏതുമായിക്കൊള്ളട്ടെ. അവർ നല്ലതുപോലെ നോളജ് ഉള്ള വ്യക്തിയാണ്. കൃത്യനിഷ്ഠമായി ജീവിത ചര്യകളൊക്കെ പാലിച്ച് മുന്നോട്ട് വരുന്ന വ്യക്തികളാണ്. പക്ഷെ ഉള്ളിൽ അല്പം ഈഗോ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കുഴപ്പം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അവരങ്ങനെ ഒരു അങ്ങനെ ഒരു സ്റ്റേണായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സ്വഭാവത്തിൽ അവർക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ചിലപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാതെ ഇരുന്നിട്ടാവണം നിങ്ങൾ തമ്മിലുള്ള പിണക്കം വന്നതും. അങ്ങനെ നമുക്കിവിടെ പറയാൻ പറ്റും. എല്ലായ്പ്പോഴും അവർ പറയുന്നത് പോലെ, നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്, നിങ്ങൾ പറയുന്നത് പോലെ അവർ കേൾക്കണം. അവർ പറയുന്നത് എന്താണ്, അവർ മനസ്സുകൊണ്ട് വിചാരിക്കുക, അവർ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കണം. പക്ഷെ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്നാൽ മാത്രമേ നടക്കൂ. രണ്ട് കൈകളും കൂടി കൂട്ടിയടിക്കുമ്പോഴല്ലേ ശബ്ദം കേൾക്കുന്നത്. ഇത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒന്ന് പരിഗണിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടില്ല, അവർക്ക് നിങ്ങളോട് അത്യധികമായ ആവേശമുണ്ട്. നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അത്യധികമായ ആവേശമുണ്ട്, ഫിസിക്കലായി മെന്റലി ഒക്കെയും. ഫിസിക്കലി ഒരുപാട് ആവേശമുണ്ട് നിങ്ങളുമായിട്ട് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. നിങ്ങളാണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തമ്മിലാണ് ഒരു സോൾ കണക്ഷൻ ഉള്ളത്. അഭിനിവേശമാണ്. നിങ്ങളെ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളിലേക്ക് വരാനുള്ള പുറപ്പാടിലാണ്. നിങ്ങളുമായിട്ട് തുടക്കം ആഗ്രഹിക്കുന്നു. ആ ഒരു പുറപ്പാടിലാണ് അവർ. കണ്ടില്ലേ, കുതിരപ്പുറത്ത് കയറിക്കഴിഞ്ഞു. ഇനി നിങ്ങളിലേക്ക് എത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ആക്ഷൻ എടുത്തിരിക്കുന്നു. പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. കണ്ടില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ, മഴയും കാറും കോളും എല്ലാം ഉണ്ട്. കണ്ട, എന്നാൽ പോലും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നമ്മളിവിടെ പറഞ്ഞു, പേജ് ഓഫ് കപ്സ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇളയ വ്യക്തി ആയിരിക്കണം. ഇളയ വ്യക്തി ആവാം. ഇവിടെയും ചിലപ്പോൾ ഇളയ വ്യക്തിയുടെ എനർജിയാണ് അത്. ഇളയ വ്യക്തി ആയാലും കുറച്ച് മൂത്ത വ്യക്തി ആയാലും യങ്ങറായാലും ഓൾഡർ ആയാലും ഞാൻ പറയുന്നതാണ്. അതാണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുക്കുന്നത്. കൂടുതൽ പവർഫുൾ ആണ് വ്യക്തി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർഫുൾ ആണ്. ഇവിടെ ഒരു എംപററുടെ സ്ഥാനമാണ് വന്നിരിക്കുന്നത്. ഈ എംപററുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ നോളജ് ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞില്ല. നോളജ് മാത്രമല്ല, അവർക്ക് അനുഭവജ്ഞാനം കൂടിയുള്ള വ്യക്തിയാണ്. സ്ഥിര ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. എന്തോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സവിശേഷതകളുള്ള വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട്. പിന്നെ അല്പം ഈഗോ ഉണ്ട് എന്ന് മാത്രമാണ് അവർക്ക് ഉള്ളതായ ഒരു ദോഷം പറയാനായിട്ട്. മനസ്സിലായി? അത് നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ അതെല്ലാം നീക്കി കൊടുക്കുന്നതാണ്. പക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി കൂടിക്കാണും. അല്ല എങ്കിൽ മുൻപേ തന്നെ നിങ്ങളോട് ആ ഒരു സ്വഭാവം എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കുന്നത്. മനസ്സിലായി? ഇവിടെ പേജ് ഓഫ് സോഡ് ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. മുന്നോട്ട് വരണം. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഇനി ഈ ഒരു അവസ്ഥയിൽ കഴിയാൻ പറ്റുന്നില്ല. അവർക്ക് നല്ലതുപോലെ വിഷമമുണ്ട്. നല്ലതുപോലെ സൈലന്റ് മൂഡിലാണ്. നല്ലതുപോലെ ഒരു വിഷമത്തിലാണ്. ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. താണ് വീണ് കേണ അപേക്ഷിക്കുന്നുണ്ട്. ഇനി ഒരു ജന്മം നല്ലതായിട്ട് തരണേ. അടുത്ത അധ്യായമെങ്കിലും, ജീവിതത്തിന്റെ അടുത്ത അധ്യായമെങ്കിലും സന്തോഷത്തിലേക്ക് തരണമേ, സന്തോഷത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തരണേ എന്ന് അവർ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ, 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒന്ന് ചേരണം, കുടുംബത്തോട് സഹിതം
കുടുംബസഹിതം ഒന്ന് ചേരണം, ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. എല്ലാവരുമായിട്ടും, ഒറ്റയ്ക്ക് നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബവും അവരുടെ കുടുംബം ഉണ്ടെങ്കിൽ അത്തും ഇനി ആരൊക്കെയാണോ ചുറ്റിനുള്ളത് എല്ലാവരുമായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിൽ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മുൻപേ ഉള്ള സ്നേഹം, അവർക്ക് നിങ്ങളോട് മുൻപേ ഉള്ള സ്നേഹം എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. രണ്ടുമൂന്നെണ്ണം വീണിട്ടുണ്ട്. ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി ഇവിടെ കൂടുതലാണ്, കണ്ടില്ലേ? ഈഗോയുള്ള എനർജി ഇവിടെ കൂടുതലാണ്. മനസ്സിലായോ? അവർ പറയുന്നത് പോലെ അനുസരിക്കണം എന്ന് അവരുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? എന്നാൽ ഇവിടെ സപ്പോർട്ട് ചെയ്ത് പോകണം എന്നുണ്ട്. ഇവിടെ 4 ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നൊന്നും ഇല്ല. മെന്റലി ഒത്തിരി ബുദ്ധിമുട്ടി കഴിയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാനസികമായിട്ട് തകർന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് ചിലപ്പോൾ മദ്യപാനമാകാം, അതുപോലെ തന്നെ മറ്റു സ്മോക്കിംഗ് ആകാം, എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ നിങ്ങളിൽ നിങ്ങളുടേതായ ആ സ്മരണകളെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി, മനസ്സിലായി, അല്ലെങ്കിൽ ഒന്ന് മറക്കാൻ വേണ്ടി തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം. അല്ലാതെ അതിന് മുൻപായിട്ടാണെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവർ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ഇവിടെ അതാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഡ്രിങ്കിങ് ആവാം, സ്മോക്കിംഗ് ആവാം, അങ്ങനെ എന്തോ ഒരു പരിപാടി അവർ നോക്കുന്നുണ്ട്. ഇത് എംപററാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെയാണ് അവർക്ക് ഈഗോയാണ്. അവർ പറയുന്നതോട് അനുസരിച്ച് അവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ് ഇവിടെ അവർ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ലവേഴ്സാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫെക്ഷനേറ്റ് ആൻഡ് കമ്മിറ്റഡ് ലവ് ആണ്. ഇനി ഇതിലേക്ക് പോകണം. മുൻപേ തന്നെ ഇത്തരം ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇനിയും ഇതിലേക്ക് തന്നെ പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രമാത്രം വഴക്കിട്ടാലും പിണങ്ങിയാലും നിങ്ങൾ അകന്നു പോകുന്നില്ല. അകന്നു പോയാൽ തന്നെ കുറച്ച് നാളത്തേക്ക് മാത്രമേ അത് പോകുന്നുള്ളൂ. വീണ്ടും എവിടെ നിന്നെങ്കിലും വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ. മനസ്സിലായി? വീണ്ടും നിങ്ങൾ ഒന്നിക്കും, അങ്ങനെ ഒന്നിച്ച് വീണ്ടും മുന്നോട്ട് സന്തോഷത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് പോകുന്ന എനർജിയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ അടുത്തിരുന്നാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായി? ആ ഐശ്വര്യം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സോൾ നിങ്ങളുമായിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കണം. അതായത് മറ്റൊരു സോളുമായിട്ട് ഇത് കണക്ട് ആവാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുമില്ല. അതാണ് മറ്റൊരു വ്യക്തി വരുമ്പോൾ ഇവർക്ക് ഓവറായിട്ട് തിങ്കിങ് ആണ്, മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന്. വീണ്ടും നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ബാക്കിൽ വീണ്ടും ഹെർമിറ്റ്, വീണ്ടും അവർ എന്താണ്, പ്രാർത്ഥനയാണ് ഇവിടെ. ഇത് സൈലന്റ് മൂഡ് ആണെങ്കിൽ ഇവിടെ ഒരു പ്രാർത്ഥനയാണ്, മെഡിറ്റേഷൻ ചെയ്യുകയാണ്, സെൽഫ് ലവ് ചെയ്യുകയാണ്. കണ്ടില്ല? അപ്പം സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ കുറച്ച് ലെറ്റ് ഗോ ചെയ്യാം, മറ്റ് നിങ്ങളോട് കൂടുതലായിട്ടും അടുക്കുകയും ചെയ്യാം. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ ത്രില്ലടിച്ചുള്ള ഒരു സ്നേഹമാണ്. അതായത് സഫലത, കൂടുതലായിട്ട് സഫലത അനുഭവിക്കാൻ സാധിക്കുന്ന നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ. അവരതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് വീണ്ടും കൂടിച്ചേർന്ന് സന്തോഷത്തിലേക്ക് തന്നെ പോകണം. ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ ഇവിടെ ആ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിൻ്റെതായ സഫലതയിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നമുക്ക് നിങ്ങൾ ഒന്നിച്ച് കൂടെ ചേരുമോ എന്നുള്ള നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഇവിടെ നോക്കാവേ. റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡാണ്. കണ്ടില്ലേ? നിങ്ങളുടെ
പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക്, നിങ്ങളുടെ സിൻസിയറിറ്റിക്ക് മനസ്സിലായി ഒരു നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവണം. അവർ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം അവർക്ക് നല്ലൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കുണ്ടായിരിക്കാം, ഒരു പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടായിരിക്കാം. അവർ വന്നേ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് എന്നാൽ മാത്രമേ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ വരാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായി? ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ പ്രയത്നിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിച്ച് ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റെക്കഗ്നിഷനാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞ് തന്നെ അവർ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി, നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്ന് വീണ്ടും സന്തോഷിച്ചു മുന്നോട്ട് പോകാനുള്ള എനർജി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. സാക്രിഫൈസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരും നിങ്ങളും ഒന്നിച്ച് ഇനിയും ചേരണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ എളുപ്പമാണ്, പക്ഷെ കൂട്ടിച്ചേരുന്നതാണ് ബുദ്ധിമുട്ട്, അല്ലെ? കൂടിച്ചേർന്ന് അത് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ല ഒരു സ്നേഹത്തിലേക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനെ വേണ്ടാതെ വേണമെങ്കിൽ പോകും. പലരും പറയുമല്ലോ ഒരു ആവേശത്തിന് കിണറ്റിൽ ചാടാം, പക്ഷെ ഒന്ന് കയറി വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്, എത്രയോ പേരെ ആശ്രയിക്കണം, അല്ലെ? എത്രമാത്രം ശ്രമിച്ചാൽ അത് പറ്റും. ഒന്ന് കിണറ്റിൽ നിന്നൊന്ന് കയറി വരണമെങ്കിൽ ചാടാൻ എളുപ്പമാണ്. ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു സെക്കൻഡിന്റെ ആവേശം മതി എന്ന് പറഞ്ഞതുപോലെ ഒരു സെക്കൻഡിന്റെ ആവേശത്തിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് പോകും. സോഷ്യൽ മീഡിയ മുഴുവൻ ബ്ലോക്ക് ചെയ്തിന് മേലാൽ എന്നോട് മിണ്ടരുത്, ഇനി എന്നെ കാണരുത്, കേൾക്കരുത്, ഞാൻ വരില്ല, ഇതെല്ലാം പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇനി ഒന്ന് കൂടി ചേരണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും, കുറച്ചൊന്ന് പ്രയാസം അനുഭവിക്കണം, ഒന്ന് ത്യാഗം ചെയ്യേണ്ടതായ അവസ്ഥയുണ്ട്. ഇവിടെ 3 ആണ്, നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്, ഡബിൾ 3 കാണുന്നവരുണ്ടായിരിക്കാം. ഇവിടെ ദൈവാനുഗ്രഹമാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ്, ഹാർമണിയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കാർഡ് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷമായൊരു കൂടിച്ചേരലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. സാക്രിഫൈസ് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ റെയിൻബോ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? ഹാർമണിയാണ്. നിങ്ങൾ ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ്. ഇത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ കൂടിച്ചേർന്ന് ഇതേപോലെ ഒരു സന്തോഷത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇനി അവരിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ഒന്ന് നോക്കാവേ. 2-3 മെസ്സേജ് എടുക്കാം. മൂന്ന് കാർഡ്സ് എടുക്കാവേ. അവർ ട്രസ്റ്റാണ്. ദി സിറ്റുവേഷൻ ഈസ് കാളിങ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളിലുള്ള സ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എങ്ങും പോവില്ല, നിങ്ങൾ അവരെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ല എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലൊരു വിശ്വാസം അവർക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരെയും വിശ്വസിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, ഹോണസ്റ്റ് ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളിലുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം, ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇത് സംഭവിച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായി? പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ അത് തീരും, എന്ന് വീണ്ടും ഒന്നിച്ച് ചേരാമല്ലോ, സന്തോഷത്തിലേക്ക് പോകാമല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇടയ്ക്ക് ഇത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു തീർക്കൂ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ എന്നാണ് നല്ലത്. ഇവിടെ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ആൻഡ് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. ഇവിടെയോ വെരി സൂൺ, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ഇവിടെ കൊതിക്കുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് കെമിസ്ട്രി ആണ്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഇത്രമാത്രം എന്തോ ഒരു വല്ലാത്തൊരു അഭിനിവേശത്തോടു കൂടിയുള്ള ഒരു സ്നേഹം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. വല്ലാത്തൊരു കെമിസ്ട്രിയാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഈ ഒരു കെമിസ്ട്രി മറ്റെങ്ങു നിന്നും കിട്ടുന്നില്ല. ഈ ഒരു അഭിനിവേശമാണ് ഇതിവിടെ. അല്ലാത്തൊരു ആവേശത്തോടു കൂടിയുള്ള ഈ ഒരു സ്നേഹം മറ്റാരുമായിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വെരി സൂൺ, എത്രയും പെട്ടെന്ന് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് തരാം. ഗൈഡൻസ് കാർഡ് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയേക്കുന്നത് പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ആവേശത്തിൻ്റെയാണ് അല്ലേ? എ മാഗ്നറ്റിക് ആൻഡ് സെഡക്റ്റീവ് ക്വാളിറ്റി സറൗണ്ട്സ് യു അറ്റ് പ്രസന്റ്, എൻജോയ് ഇറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലാണ്. അവരൊത്തിരി ചിന്തിക്കുന്നു, അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ളത് എന്താണ്? ഒരു മാഗ്നറ്റിക്, അതായത് കാന്തികമാണ്. കാന്തം ഒരിടത്ത് വെച്ച് നിങ്ങൾ മറ്റൊരു ഇരുമ്പ് കഷ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്നല്ലേ പിടിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, സ്നേഹം അതുപോലെയാണ്. അപ്പോൾ കാന്തികമാണ്, അതുപോലെ സെഡക്റ്റീവ് ക്വാളിറ്റിയാണ്, വശീകരിക്കപ്പെടത്തക്കതാണ്. നിങ്ങളെ ആരും വശീകരിക്കത്തക്കതായ ഒരു സ്നേഹം നിങ്ങളിലുണ്ട്. ആ ഒരു സ്നേഹം, ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗുണം, കാന്തികവും വശീകരിക്കത്തക്കതുമായ ആ ഒരു ഗുണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ട്. അല്ലെ, ഒരാളിന് മാത്രമല്ല, രണ്ടുപേർക്കും ഇടയിലുണ്ട്. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ അത്രമാത്രം ഒരു സവിശേഷതയുള്ള ഒരു സ്നേഹബന്ധമാണ് നിങ്ങൾക്കിടയിലുള്ളത് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് എന്താണ്? എൻജോയ് ചെയ്യൂ എന്നാണ്. ഒരുപാട് കാലം പിണങ്ങിയിരിക്കാതെ സന്തോഷിക്കാൻ ശ്രമിക്കൂ, സന്തോഷം കണ്ടെത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നമുക്ക് 2 ക്ലൂസും കൂടി എടുക്കാവേ. ലെറ്റർ കെ, ലെറ്റർ എൽ, ഫെബ്രുവരി മന്ത്. ലെറ്റർ ജി, ലെറ്റർ എച്ച്, ലെറ്റർ എ, ലെറ്റർ ബി. പൈസസ് ആണ്, മീനമാസം, പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. ഡിസംബർ മന്ത്. നമ്പർ 4. ലെറ്റർ ഇ, ലെറ്റർ എഫ്. നമ്പർ 9. കോട്ടയം. അക്വേറിയസ്, കുംഭമാസം, അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഏപ്രിൽ മന്ത്. ലെറ്റർ എം, ലെറ്റർ എൻ. ലെറ്റർ സി, ലെറ്റർ ഡി. ടോറസ്, ഇടവ മാസം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം അര. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ്. ഈ ക്ലൂസ് ആർക്കൊക്കെ റെസണേറ്റ് ആവും, റീഡിങ്സ് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും റെസണേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.